വരുവിൻ മുന്നിൽ പ്രിയജനമേ സ്തുതിഗീതങ്ങൾ പാടാം തിരുനാഥനായി പ്രിയജനമേ ഭയമോടെ ഭക്തിയോടെ ബഹുമാന്യത്തോടെ ബലിയേകാം അണയാനുഭവിക്കാം അനുരഞ്ജിതരായി ബലിയേകാം ബലിയർപ്പിക്കാൻ വരുവിൻ അൾത്താരമുന്നിൽ പ്രിയജനമേ സ്തുതിഗീതങ്ങൾ പാടാം തിരുനാഥനായി പ്രിയജനമേ സ്നേഹം പങ്കിടാം ഇന്നേ ആസയിൽ സദനം ചേർന്നിടാം ഈ പേരാസയിൽ സ്നേഹം പങ്കിടാം ഇന്നേ ആസയിൽ സദനം ചേർന്നിടാം ഈ പീലാസയിൽ പെസഹാനാളിൽ കർത്താവേകിയ ദിവ്യവിരുന്നിൻ സ്മരണയിതാ പെസഹാനാളിൽ കർത്താവേകിയ ദിവ്യവിരുന്നിൻ സ്മരണയിതാ ഒരുമയുടർപ്പിച്ചിടാ ഈ അൾത്താരയിൽ ഭയമോടെ ഭക്തിയോടെ ബഹുമാന്യത്തോടെ ബലിയേകാം അണയാനുഭവിക്കാം അനുരഞ്ജിതരായി ബലിയേകാം. ഈശോയിൽ സ്നേഹമുള്ള മരിയ ഭക്തരായ വേളാങ്കണ്ണി തീർത്ഥാടകരെ, നിങ്ങൾക്ക് ഈ ശുശ്രൂഷകളിലേക്ക് സ്വാഗതം. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയും ഷ്രൈൻ വെബ് ടി വിയിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയകളിലൂടെ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയും കഴിഞ്ഞ ദിവസങ്ങളിലായി ഇന്നത്തെ കുർബാനയ്ക്ക് നിയോഗങ്ങൾ കൊടുത്തിട്ടുള്ള എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ഈ ബലിയർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ അങ്ങയും ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ള ജോസപ്പച്ച, പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാർ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, ഗാന ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന സഹോദരങ്ങളെ, അൾത്താര ശുശ്രൂഷകരെ, നിങ്ങൾക്കെല്ലാവർക്കും ഈ ദിവസത്തിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. ഇന്ന് ഡിസംബർ 9 മാതാവിൻ്റെ അമലോത്ഭവ തിരുനാൾ നമ്മൾ ഇന്ന് കൊണ്ടാടുകയാണ്. യഥാർത്ഥത്തിൽ ഡിസംബർ 8 പക്ഷേ ഇന്നലെ ഞായറാഴ്ച ദിവസമായതുകൊണ്ട്, അത് ആഗമനകാലത്തിൻ്റെ ദിവസമായതുകൊണ്ടും കർത്താവിൻ്റെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ദിവസമായതുകൊണ്ടുമാണ് മാതാവിൻ്റെ തിരുനാൾ തിങ്കളാഴ്ചത്തേക്ക് സഭ മാറ്റിവെച്ചിരിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ ഈ തിരുനാൾ ഭക്തിയോടെ കൊണ്ടാടാം. നമുക്ക് അനുഗ്രഹമുള്ള ദിവസമാണ്. തിരുനാളുകൾക്കൊക്കെ നമ്മൾ പ്രത്യേക പ്രാധാന്യം കൊടുത്തുകൊണ്ട് പരിശുദ്ധ കുർബാന അർപ്പിച്ചൊക്കെ പ്രാർത്ഥിച്ചാൽ അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് ഈ മരിയൻ മണ്ണിൽ നിന്നുകൊണ്ട് ഈ മരിയൻ തിരുനാൾ ആചരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ അനുഗ്രഹം ഉണ്ടാകട്ടെ. അമലോത്ഭവ എന്ന മറിയം വിശ്വാസത്യം, മറിയത്തിൻ്റെ ആ വിശ്വാസത്യം നമ്മൾ വിശ്വസിക്കുന്നത് വഴി
ദൈവപിതാവിന് അനുഗ്രഹം ഉണ്ടാവും. മറിയം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഞാൻ അമലോത്ഭവയാണ്. ഒരാൾ പറഞ്ഞിട്ടുള്ള കാര്യം നമ്മളത് ഏറ്റുപറയുമ്പോൾ അനുഗ്രഹം ഉണ്ടാവും. ഇതൊന്നും വിശ്വസിക്കാത്ത കൂട്ടർ ഉണ്ട്, ഇതൊന്നും വിശ്വസിക്കാത്ത കൂട്ടർ ഈ നാടുകളിലുമുണ്ട്. പക്ഷെ നമ്മളത് ഏറ്റുപറയുമ്പോൾ നമ്മൾ കത്തോലിക്ക വിശ്വാസികളാണ് എന്ന് നമ്മൾ അടിവരയിട്ട് പറയുകയാണ്. നമുക്ക് മറിയത്തെ കൂടെ പിടിക്കാം. മറിയത്തിൻ്റെ മാധ്യസ്ഥ്യം സ്വർഗം നിഷേധിക്കാത്ത മാധ്യസ്ഥ്യമാണ്. ക്രിസ്മസ് സമ്മാനം ചോദിച്ച് കൊണ്ട് നമ്മൾ മുന്നേറുമ്പോൾ മാതാവിനോടൊപ്പം നീങ്ങുന്നത് നമുക്ക് അനുഗ്രഹമാണ്. നമുക്ക് പരിശുദ്ധമ്മയെ വേണ്ടത്ര ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ, പരിശുദ്ധമ്മയെ എതിർത്ത് പറയുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, മൗന സപ്പോർട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ദൈവത്തോട് നമുക്ക് മാപ്പ് ചോദിക്കാം. ഈ ബലിഭക്തിയോടെ നമുക്ക് അർപ്പിക്കാം. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ പല നേരങ്ങളിൽ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യ മഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമൈക്കിതാ നന്ദിച്ചൊല്ലുന്നിവർ താഴ്മയായി. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു,
സ്വർലോകരാജനേ. ശക്തനാം ദൈവമേ, താതനാമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാ ദൈവ സൂനുവേ, കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൽ പാവനിഹന്താവേ, കാരുണ്യം തൂകണേ എങ്ങളിൽ. ലോകത്തിൽ പാപനിഹന്താവേ, എങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നിർവന ഭാഗത്തിരുന്നേടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിന്റെ രസിൽ, പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവേശുവേ, അങ്ങ് മാത്രം പരിപാവനൻ, അങ്ങു തനേകനം നാഥനും, അങ്ങ് മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവമഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, പരിശുദ്ധ കന്യകയുടെ അമലോത്ഭവം വഴി അങ്ങേ പുത്രന് സമുചിതമായ വാസസ്ഥലം അങ്ങ് സജ്ജമാക്കിയല്ലോ. അങ്ങേ പുത്രന്റെ മരണം മുൻകൂട്ടി കണ്ടുകൊണ്ട് പരിശുദ്ധ കന്യകയെ എല്ലാ പാപക്കറകളിൽ നിന്ന് അങ്ങ് കാത്തുരക്ഷിച്ചു. പരിശുദ്ധ കന്യകയുടെ മാധ്യസ്ഥ്യം വഴി ഞങ്ങളെയും നിർമ്മലരാക്കി അങ്ങിലേക്ക് എത്തിച്ചേരാൻ അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് ദൈവമായ കർത്താവ് വിലക്കപ്പെട്ട വൃക്ഷത്തിൽ നിന്നും ഭക്ഷിച്ച ആദത്തെ വിളിച്ചു ചോദിച്ചു, നീ എവിടെയാണ്? അവൻ മറുപടി പറഞ്ഞു, തോട്ടത്തിൽ. അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു. ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്നൊളിച്ചതാണ്. നീ അവിടുന്ന് ചോദിച്ചു, നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ പഴം നീ തിന്നോ? അവൻ പറഞ്ഞു, അങ്ങ് എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ ആ മരത്തിൻ്റെ പഴം എനിക്ക് തന്നു, ഞാൻ അത് തിന്നു. ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്തത്? അവൾ പറഞ്ഞു, സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാൻ പഴം തിന്നു. ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു, ഇത് ചെയ്തതുകൊണ്ട് നീ എല്ലാ കന്നുകാലികളുടെയും വന്യമൃഗങ്ങളുടെയും ഇടയിൽ ശപിക്കപ്പെട്ടതായിരിക്കും.
നീ മണ്ണിൽ ഇഴഞ്ഞു നടക്കും. ജീവിതകാലം മുഴുവൻ നീ പൊടി തിന്നും. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. ആദം ഭാര്യയെ ഹവ്വ എന്ന് വിളിച്ചു, കാരണം അവൾ ജീവനുള്ളവരുടെ എല്ലാം മാതാവാണ്. കർത്താവിന്റെ വചനം. ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. അവിടുന്ന് അത്ഭുത കൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. അവിടുന്ന് അത്ഭുത കൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടത്തെ കരവും വിശുദ്ധ ഭുജവും വിജയം നേടിയിരിക്കുന്നു. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. അവിടുന്ന് അത്ഭുത കൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. കർത്താവ് തൻ്റെ വിജയം വിളംബരം ചെയ്തു. അവിടുന്ന് തൻ്റെ നീതി ജനതകളുടെ മുമ്പിൽ വെളിപ്പെടുത്തി. ഇസ്രയേൽ ഭവനത്തോടുള്ള തൻ്റെ കരുണയും വിശ്വസ്തതയും അവിടുന്ന് അനുസ്മരിച്ചു. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. അവിടുന്ന് അത്ഭുത കൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഭൂമിയുടെ അതിർത്തികൾ നമ്മുടെ ദൈവത്തിന്റെ വിജയം ദർശിച്ചു. ഭൂമി മുഴുവൻ കർത്താവിന് ആനന്ദഗീതം ആലപിക്കട്ടെ. ആഹ്ലാദാരവത്തോടെ അവിടത്തെ സ്തുതിക്കുവിൻ. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. അവിടുന്ന് അത്ഭുത കൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ. തൻ്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോക സംസ്ഥാപനത്തിന് മുൻപ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. യേശു ക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തൻ്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു. അവിടുന്ന് ഇപ്രകാരം ചെയ്തത് തൻ്റെ പ്രിയപ്പെട്ടവനിലൂടെ നമ്മിൽ ചൊരിഞ്ഞ തൻ്റെ കൃപയുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടിയാണ്. തൻ്റെ ഹിതമനുസരിച്ച് എല്ലാം പൂർത്തിയാകുന്ന അവിടുന്ന് തൻ്റെ പദ്ധതി അനുസരിച്ച് അവനിൽ നമ്മെ മുൻകൂട്ടി തിരഞ്ഞെടുത്ത് നിയോഗിച്ചു. ഇത് ക്രിസ്തുവിൽ ആദ്യമായി പ്രത്യാശ അർപ്പിച്ച നാം അവൻ്റെ മഹത്വത്തിനും സ്തുതിക്കും വേണ്ടി ജീവിക്കുന്നതിനാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്കു മഹത്വം. അക്കാലത്ത് ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസറത്ത് എന്ന പട്ടണത്തിൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരുള്ള പുരുഷനുമായി
വിവാഹ നിശ്ചയം എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിൻ്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. ബന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്നും മറഞ്ഞു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അമലോത്ഭവ തിരുനാളിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. പരിശുദ്ധ മറിയത്തെക്കുറിച്ചുള്ള 3ാമത്തെ വിശ്വാസ സത്യമാണ് പരിശുദ്ധ മറിയത്തിൻ്റെ അമലോത്ഭവം. 1ാമത്തെ സത്യം പരിശുദ്ധ മറിയം ദൈവമാതാവ് എന്നതാണ്. അത് ജനുവരി 1-ാം തീയതിയാണ് ആ തിരുനാൾ. 2ാമത്തേത് പരിശുദ്ധ മറിയം നിത്യം കന്യക. 3ാമത്തേത് പരിശുദ്ധ മറിയം അമലോത്ഭവ. അത് ഡിസംബർ 8-ാം തീയതി കൊണ്ടാടുന്നു. 4ാമത്തേത് പരിശുദ്ധ മറിയം സ്വർഗാരോപിത. അത് ഓഗസ്റ്റ് 15-ന് കൊണ്ടാടുന്നു. പരിശുദ്ധ മറിയത്തിൻ്റെ അമലോത്ഭവ തിരുനാൾ പരിശുദ്ധ മറിയത്തിൻ്റെ ജനനം മുതലുള്ള പരിശുദ്ധിയെക്കുറിച്ച് ചിന്തിക്കുന്ന തിരുനാളാണ്. ഇന്നത്തെ വായനയിൽ നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം. തൻ്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. ഇത് മറിയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണ്, അത് ഉചിതമാണ്. ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അങ്ങനെ മറിയത്തെ തിരഞ്ഞെടുത്തു. ഇപ്പം ക്രിസ്തുവിൻ്റെ പരിത്രാണ ദൗത്യത്തിന് വേണ്ട യോഗ്യതകൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് പിതാവായ ദൈവം മാതാവിന് കൊടുത്ത യോഗ്യതയാണ് അമലോത്ഭവം. പിതാവായ ദൈവം കൊടുത്ത കൃപ മൂലം യേശുക്രിസ്തുവിൻ്റെ യോഗ്യത വഴി, ദൈവപുത്രനല്ലേ, അപ്പോൾ യേശുക്രിസ്തു ഒരു പാപമില്ലാത്ത ഒരാളിൽ ഉരുവാകുമ്പോഴും, പരിശുദ്ധ മറിയത്തിൽ ഉരുവാകുമ്പോഴും, പരിശുദ്ധ മറിയത്തിൻ്റെ ഗർഭധാരണത്തിൻ്റെ ആദ്യ നിമിഷത്തിൽ തന്നെ ജന്മപാപത്തിൻ്റെ കളങ്കത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടു. അത് അനാദിയിൽ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ മറിയത്തെ അങ്ങനെ തിരഞ്ഞെടുത്തു. ഈ തിരുവെഴുത്ത് 9-ാം പിയൂസ് പാപ്പായാണ് ഇത് പുറപ്പെടുവിച്ചത്. അതിൻ്റെ പേര് ഇന്നഫാബിലിസ് ദേവൂസ് എന്നാണ്. അതിൽ വിവരണം ഇങ്ങനെയാണ്. അതിൻ്റെ പ്രധാന ഭാഗം, അനന്യമായ ദൈവകൃപയാലും സർവശക്തനായ ദൈവത്തിൻ്റെ ആനുകൂല്യത്താലും മനുഷ്യവർഗത്തിൻ്റെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ യോഗ്യതകളാലും ഏറ്റവും പരിശുദ്ധയായ കന്യകാമറിയം അവളുടെ ഉത്ഭവത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ ഉത്ഭവ പാപത്തിൻ്റെ എല്ലാ മാലിന്യങ്ങളിൽ നിന്ന് പരിരക്ഷിക്കപ്പെട്ടു. ഇപ്പോൾ ഉത്ഭവ പാപം നമുക്കറിയാമല്ലോ, ആദ്യ മാതാപിതാക്കന്മാരുടെ പാപം. അതിൽ നിന്ന് മറിയം ഒഴിവാക്കപ്പെട്ടു. നമ്മൾക്ക് ആ പാപത്തോടു കൂടിയാണ് നമ്മൾ ജനിക്കുന്നത് എന്ന് നമ്മൾ പഠിക്കുന്നു. നമ്മൾ മാമോദീസ സ്വീകരിക്കുമ്പോഴാണ് ജന്മപാപത്തിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കുന്നത്. അപ്പം മറിയത്തെ ജന്മപാപത്തിൽ നിന്ന് ഒഴിവാക്കി, ജന്മപാപത്തിൽ നിന്ന് മറ്റു പാപങ്ങളിൽ നിന്ന് ഒഴിവാക്കി. ഈശോ, പരിശുദ്ധനായ ഈശോ മറിയത്തിൽ ജനിക്കാൻ വേണ്ടിയിട്ട്, പരിശുദ്ധനായ ഈശോ ഒരു പാപിയായ ഒരു വ്യക്തിയിലാണ് ജനിക്കുന്നതെങ്കിലോ ആളുകൾ കുറ്റം പറയലേ, കുറ്റം പറച്ചിൽ ഒന്നുകൂടി കൂടും. ഓ, നിങ്ങളുടെ കർത്താവ് ഒരു പാപിയിലാണ് ജനിച്ചത് എന്ന് പറയലേ.
അപ്പോൾ അങ്ങനെ പറയാൻ ദൈവം ഇടകൊടുത്തില്ല. പരിശുദ്ധ മറിയത്തിന് അത്രയും വിശുദ്ധി കൊടുത്തു. അതാണ് ആ തിരുനാളാണ് നമ്മളിന്ന് ആചരിക്കുക. ഇതിന് എന്താണ് തെളിവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ഒന്നാം വായനയാണ്. ഇന്നത്തെ ഒന്നാം വായന നമ്മൾ ഇതിനു മുൻപ് ഒരു ദിവസം, ചിലപ്പോൾ എല്ലാവരും എല്ലാ ദിവസവും വരുന്നവരല്ലല്ലോ, അപ്പോൾ അത് ഉൽപ്പത്തി 3-ാം അധ്യായമാണ്. ഉൽപ്പത്തി 3-ാം അധ്യായം 15-ാം വാക്യം പ്രോട്ടോ എവങ്കേലിയോൺ എന്നാണ് പറയുക. പ്രോട്ടോ എവങ്കേലിയോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ സുവിശേഷം എന്നാണ് പറയുക. അപ്പോൾ അതാണ് ഒന്നാമത്തെ ഒരു സാധ്യത. മറിയം എന്തുകൊണ്ട് അമലോത്ഭവയാണ്? അതായത് സർപ്പത്തോട് പറയും, നീയും സ്ത്രീയും തമ്മിലും സർപ്പമാണ് നീ. സ്ത്രീ യഥാർത്ഥത്തിൽ പറുദീസയിലെ ഹവ്വയാണ്. പക്ഷെ മരിയ ശാസ്ത്രജ്ഞർ അവർ ഈ സ്ത്രീയെ പരിശുദ്ധ മറിയത്തോട് കമ്പയർ ചെയ്യുന്നുണ്ട്. നീയും പരിശുദ്ധ മറിയവും തമ്മിലും നിൻ്റെ സന്തതി, പിശാചിൻ്റെ സന്തതി ആരാ? പിശാച്. മറിയത്തിൻ്റെ സന്തതി ആരാ? ഈശോ മിശിഹ. അപ്പോൾ നീയും സ്ത്രീയും തമ്മിലും നിൻ്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിൻ്റെ തല തകർക്കും. നീ ഹെബ്രായർ അവർ സാധാരണ വിഷ് ചെയ്യുന്നത് സമാധാനം നിന്നോടുകൂടെ എന്നാണ്. പക്ഷെ മറിയത്തോട് ദൈവം പറഞ്ഞത് ദൈവം നിന്നോടുകൂടെ എന്നാണ് പറഞ്ഞത്. അതാണ് ആ പ്രത്യേകത, ദൈവം നിന്നോട് കൂടെ. അത് മറിയത്തോട് അങ്ങനെ പറഞ്ഞെങ്കിൽ മറിയം അത്രയും വിശുദ്ധയാണ്. ഇനി മൂന്നാമതൊരു കാര്യം, സഭാപിതാക്കന്മാർ പറയുന്നൊരു കാര്യമാണ്, ആദ്യത്തെ ഹവ്വ ജനിച്ചപ്പോൾ പാപിയായിരുന്നില്ലല്ലോ. പഴം വാങ്ങി ഭക്ഷിച്ചപ്പോഴല്ലേ പാപം ചെയ്തത്. അപ്പോൾ ആദ്യത്തെ ഹവ്വ, മറിയത്തെ 2-ാം ഹവ്വ എന്ന് വിളിക്കുന്നുണ്ട്. പറുദീസയിലെ ഹവ്വ ഉരുവായപ്പോൾ ഒരു തിന്മയുമില്ല. അതാണ് സഭാപിതാക്കന്മാർ പറയുന്ന മറ്റൊരു എക്സ്പ്ലനേഷൻ. അതായത് 2-ാമത്തെ ഹവ്വ മറിയം, അതിനാൽ തന്നെ ആദ്യത്തെ ഹവ്വയെപ്പോലെ തന്നെ പാപമില്ലാതെ ജനിച്ചു. ഇനി ഒരു സാധാരണ പറയുന്ന ഒരു ഉദാഹരണമാണ്, ഒരു വനമേഖലയിൽ അല്ലെങ്കിൽ ഒരു പുഴ കടക്കണം, ഒരു വലിയൊരു പുഴ കടന്ന് പോകണം. അപ്പോൾ അതിന് നമുക്ക് മുങ്ങിപ്പോകാതെ രക്ഷിക്കുന്ന കരം, അല്ല, ഒരാളെ എങ്ങനെ രക്ഷിക്കാം? 2 തരത്തിൽ രക്ഷിക്കാം. പുഴ കടക്കാൻ നിൽക്കുന്ന ഒരാളെ 2 തരത്തിൽ രക്ഷിക്കാം. ഒന്ന്, മുങ്ങിപ്പോകാതെ രക്ഷിക്കുന്ന കരം, വെള്ളത്തിലിറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു കരം നീട്ടി രക്ഷിക്കും. അല്ലെങ്കിൽ മുങ്ങിത്താണ ശേഷം രക്ഷിക്കുന്ന ദൈവം, മരിച്ചു പോകാതെ മുങ്ങിത്താണ ശേഷം കരം നീട്ടി രക്ഷിക്കും. അപ്പം മറിയത്തെ മുങ്ങിപ്പോകാതെ രക്ഷിച്ചു, അതായത് ഉത്ഭവ പാപത്തിൽ നിന്ന് രക്ഷിച്ചു. നമ്മൾ മുങ്ങിത്താണ് പോയി, ഉത്ഭവ പാപത്തിൽ ഉൾപ്പെട്ടു. മുങ്ങിത്താണതിന് ശേഷം നമ്മളെ കരം നീട്ടി രക്ഷിച്ചതാണ്. മാമോദീസയിലൂടെ നമ്മളെ രക്ഷിച്ചു. ഉത്ഭവപാപത്തിൽ ഉൾപ്പെട്ട നമ്മളെ മുങ്ങിത്താണതിന് ശേഷം 2 തരത്തിലും ദൈവത്തെ രക്ഷിക്കാം. പക്ഷെ മറിയത്തെ ഈ പാപമേശാതെ ആ പുഴയിൽ മുങ്ങിപ്പോകാതെ രക്ഷിച്ചു. നമ്മളെ മുങ്ങി കരമിട്ടടിച്ചപ്പോഴാണ് നമ്മളെ ദൈവം രക്ഷിച്ചത്. അപ്പം അതാണ് ഒരു വ്യാഖ്യാനം. ഇനിയും വിശുദ്ധ അംബ്രോസ് പറയുന്നൊരു കാര്യമുണ്ട്, കന്യകാമേരി പാപത്തിൻ്റെ സകല കെണികളിൽ നിന്ന് വിമുക്തയായിരുന്നു. വിശുദ്ധ അംബ്രോസ് സഭയിലൊരു പ്രധാനപ്പെട്ടൊരു വിശുദ്ധനാണ്. അദ്ദേഹത്തിൻ്റെ തിരുനാളായിരുന്നു ഈ 7-ാം തീയതി, കഴിഞ്ഞ 7-ാം തീയതി. അപ്പോൾ അദ്ദേഹം ഇതേക്കുറിച്ച് പഠനം നടത്തി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി വിശുദ്ധ ജോൺ പോൾ 2-ാമൻ പാപ്പ നമ്മളോട് പറയുന്നത്, രക്ഷകനായ ക്രിസ്തുവിൻ്റെ കൃപ മറിയത്തിൽ മുൻകൂട്ടി പ്രവർത്തിച്ചു. ഉത്ഭവ പാപത്തിൽ നിന്നും എല്ലാവിധ തിന്മകളിൽ നിന്നും പാപത്തിൽ നിന്നും അത് അവളെ സംരക്ഷിച്ചു. അവൾ 9 മാസക്കാലം യേശു വസിക്കുന്ന പരിശുദ്ധ സക്രാരിയും യേശുവിന് യോഗ്യമായ വാസസ്ഥലവുമായി വർത്തിച്ചു. ഇതാണ് ജോൺ പോൾ 2-ാമൻ പാപ്പ പറയുന്ന കാര്യം. നമ്മളൊന്ന് ചിന്തിച്ചേ, എന്തുമാത്രം വിലയുള്ളതാണ് നമ്മുടെ രക്ഷ. ഈശോ മിശിഹായുടെ രക്ഷാകര പ്രവൃത്തി എത്ര വിലയുള്ളതാണ്. ഈശോ വന്ന് ജനിക്കാൻ വേണ്ടിയിട്ടല്ലേ പരിശുദ്ധ കന്യകാമറിയത്തെ ജന്മപാപത്തിൽ നിന്ന് ഒഴിവാക്കി അമലോത്ഭവയായി ദൈവം തിരഞ്ഞെടുത്തത്. നമുക്ക് ചിലപ്പോൾ വീട്ടിൽ അമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഭക്ഷണം നല്ല സ്നേഹത്തോടെ കഴിക്കുന്നവരുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ്
പറഞ്ഞ് അത് തള്ളി മാറ്റി കഴിക്കാതെ പോകുന്നവരുണ്ട്. അമ്മയ്ക്ക് എന്തുമാത്രം വിഷമമാകുമെന്നറിയാവോ? അമ്മ രാവിലെ എഴുന്നേറ്റ് ഭക്ഷണമുണ്ടാക്കുന്ന പ്രക്രിയ നേരിട്ട് കാണുന്ന ഒരാൾ ആ ഭക്ഷണം വേണ്ടെന്ന് വെക്കില്ല. വീട്ടിലെ ദാരിദ്ര്യവും അമ്മയുടെ കഷ്ടപ്പാടും ഒരേ സമയം മനസ്സിലാക്കിയാൽ അമ്മയ്ക്ക് പറ്റുന്നത് അമ്മ ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ. ദൈവം ഇത്ര കഷ്ടപ്പെട്ട്, അല്ലാതെ ഇത്ര പ്രാധാന്യം കൊടുത്ത് ഈശോ മിശിഹായെ വിട്ട് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി നല്ല പരിശുദ്ധമായ ഒരു ശരീരം കണ്ടെത്തി ആ ശരീരത്തെ അനാദി മുതൽ പരിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിച്ച് അങ്ങനെ ഒരു സ്ത്രീയിൽ ഈശോ ജനിക്കാൻ ഇടയാക്കി. എന്നിട്ട് ഈശോ ജനിച്ച് നമുക്ക് വേണ്ടി പാടുപീടകളേറ്റ് ഈശോ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു. ഇന്ന് നമ്മുടെ കൂടെ പരിശുദ്ധ കുർബാനയായും പരിശുദ്ധ കൂദാശകളിലൂടെയും ഈ രക്ഷ നമുക്ക് അനുഭവവേദ്യമാക്കി തരുന്നു. നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ പോലും കുമ്പസാരിക്കാതിരിക്കുകയല്ല, പരിശുദ്ധ കുർബാന സ്വീകരണം വിട്ട് കളയല. ഇന്ന് പരിശുദ്ധ മറിയത്തിൻ്റെ അമലോത്ഭവ തിരുനാൾ കൊണ്ടാടുമ്പോൾ ദൈവം ചെയ്ത, അനാദി മുതൽ ദൈവം ചെയ്ത ഈ പ്രവൃത്തിയെ നമ്മൾ ബഹുമാനിക്കണം. ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ആരാധിക്കണം. ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ബഹുമാനിച്ചാൽ നമുക്ക് അനുഗ്രഹമുണ്ട്. ഇല്ല, നമ്മളൊരാൾ അമ്മ ഇന്ന് അടിപൊളി കറിയാണമ്മ, അമ്മ ഇന്ന് സൂപ്പറായിട്ട് കുക്ക് ചെയ്തമ്മ എന്ന് അമ്മയോട് പറഞ്ഞ സിമ്പിൾ കാര്യമാണ്. അമ്മയ്ക്ക് വലിയ സന്തോഷമുണ്ടാകുന്നത് പോലെ എൻ്റെ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത ഈ രക്ഷാകര പ്രവൃത്തി എത്രയോ ഉന്നതമാണ്. ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മയെ ഇത്ര നിർമ്മലയായി കാത്തു സൂക്ഷിച്ച ദൈവമേ, അങ്ങ് എത്രയോ ഉന്നതനാണ് എന്ന് ദൈവം ചെയ്ത ഈ വലിയ പ്രോജക്റ്റിനെ നമ്മൾ ആരാധിച്ചാൽ നമുക്ക് രക്ഷയാണ്. അതുകൊണ്ടാണ് മുട്ടിന് നിരങ്ങിയൊക്കെ പ്രാർത്ഥിക്കുന്നവർക്ക് അനുഗ്രഹം ഉണ്ടാകുന്നത്. നമുക്കതുകൊണ്ട് അതിൽ ഒരു കുറച്ച് സഹനം ചേർത്ത് വയ്ക്കുന്നുണ്ടല്ലോ. കർത്താവിൻ്റെ സഹനത്തെ, ദൈവത്തിൻ്റെ ഈ പ്രവൃത്തിയെ നമ്മൾ ആരാധിച്ചാൽ, അതിനോട് താതാത്മ്യപ്പെട്ടാൽ, അതിനുവേണ്ടി ത്യാഗമെടുത്താൽ, അതിനെ ബഹുമാനിച്ചാൽ, ഈശോയുടെ കുരിശുമരണത്തെ ആരാധിച്ചാൽ നമുക്ക് രക്ഷയുണ്ട്. കുറുക്കുവഴിയാണ്, രക്ഷപ്പെടാനുള്ള കുറുക്കുവഴിയാണ് ദൈവം ചെയ്ത ഈ പ്രവൃത്തിയെ ബഹുമാനിക്കുക, മനസ്സുകൊണ്ട് അംഗീകരിക്കുക, ആരാധിക്കുക. ഇത് ചെയ്താൽ രക്ഷ എളുപ്പമാണ്. നമുക്കത് ദൈവത്തിൻ്റെ മുമ്പിൽ ഇത് ഏറ്റുപറയാം. ഈ ചിന്തകൾ നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ മറിയത്തെ ഓർത്ത് നന്ദി പറയാം. പരിശുദ്ധ മറിയത്തിൻ്റെ ഈ തിരുനാൾ ദിനത്തിൽ ധാരാളം അനുഗ്രഹങ്ങൾ നമുക്കുണ്ടാകട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യമദൃശ്യമായ എല്ലാറ്റിൻ്റെയും സ്രഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏക ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്ക് മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യയിൽ ഏകനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തുനിന്ന് ശരീരം അപ്പസ്തോലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിന് സമർപ്പിക്കുന്നു. സ്വീകരിക്കണമേ
പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ സമസ്ത നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അമലോത്ഭവ മഹോത്സവത്തിൽ ഞങ്ങൾ അർപ്പിക്കുന്ന രക്ഷാകരമായ ബലി കനിവോടെ സ്വീകരിക്കണമേ. അങ്ങേ മുൻകൂട്ടിയുള്ള കൃപയാൽ പരിശുദ്ധ കന്യക എല്ലാ പാപക്കറകളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു എന്ന് പ്രഖ്യാപിക്കുന്ന ഞങ്ങളും പരിശുദ്ധ കന്യകയുടെ മാധ്യസ്ഥ്യം വഴി എല്ലാ പാപങ്ങളിൽ നിന്ന് വിമുക്തരാകുവാൻ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിനക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് വിജിതവും ന്യായവുമന്ത്രി. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങുമെപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഉത്ഭവപാപത്തിൻ്റെ എല്ലാ കറകളിൽ നിന്നും അങ്ങ് സംരക്ഷിച്ചുവല്ലോ. അങ്ങനെ അങ്ങ് കൃപയുടെ പൂർണ്ണതയാൽ അലങ്കരിച്ച് പരിശുദ്ധ കന്യകയിൽ അങ്ങേ പുത്രന് സമുചിതമായ മാതാവിനെ അങ്ങ് ഒരുക്കുകയും അവിടുത്തെ കറയും ചുളിവുമില്ലാത്ത മനോഹര വധുവായ സഭയുടെ ആരംഭമായി അങ്ങ് ദ്യോതിപ്പിക്കുകയും ചെയ്തുവല്ലോ. ഏറ്റവും പരിശുദ്ധ കന്യക ഞങ്ങളുടെ പാപങ്ങൾ നീക്കിക്കളയുന്ന നിർമ്മല കുഞ്ഞാടായ പുത്രനെ പ്രദാനം ചെയ്യാനുള്ളവളാകുന്നു. ഈ കന്യകയെ എല്ലാവർക്കും ഉപരിയായി അങ്ങ് ജനത്തിന് കൃപയുടെ മധ്യസ്ഥയായും വിശുദ്ധിയുടെ മാതൃകയായും അങ്ങ് നിയോഗിച്ചുവല്ലോ. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധങ്ങൾ പരിശുദ്ധങ്ങൾ പരിശുദ്ധങ്ങൾ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാം നിറഞ്ഞു മഹിയും വിണ്ടലവും. ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യതുമായി. ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം
പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണ ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേ കർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ടി സഹായരാജ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ.
ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടു കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമുക്കെല്ലാവർക്കും എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് പഠിപ്പിച്ചതനുസരിച്ച് നമുക്കൊന്നു ചേർന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവ്, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ദൈവത്തിൻ കുഞ്ഞാടിതാ, ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ ദിവ്യമാം ഈ വിരുന്നിൽ ക്ഷണിതാക്കളായവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല. അവിടുന്ന് അരുൾ ചെയ്ത അത് മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം നേടുവാൻ. അവിടുന്ന് അരുൾ ചെയ്ത അത് മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം നേടുവാൻ.
ഈശോയിൽ സ്നേഹമുള്ളവരെ, പരിശുദ്ധ കുർബാന സ്വീകരണ കർമ്മമാണ്. നമുക്ക് ഭയഭക്തിയോടുകൂടെ ഈ കർമ്മത്തിൽ പങ്കുചേരാം. കുമ്പസാരിച്ചൊരുങ്ങിയ കത്തോലിക്ക വിശ്വാസികളാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ടത്. പരിശുദ്ധ കുർബാന നാവുകളിലാണ് സ്വീകരിക്കേണ്ടത്, കരങ്ങളിലല്ല. മറ്റു മതസ്ഥരോ മറ്റോ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് പരിശുദ്ധ കുർബാന സ്വീകരിക്കരുത്. നിങ്ങൾ സ്വസ്ഥാനങ്ങളിൽ ഈ സമയം പ്രാർത്ഥനയിൽ ആയിരിക്കുക. ദിവ്യകാരുണ്യമേ ഈശോ, സ്നേഹവാത്സല്യമേ ഈശോ, എന്റെ നെഞ്ചിന്റെ താളം നീയല്ലോ, എന്റെ ശ്വാസത്തിൻ താളം നീയല്ലോ. അടിയടിതാ തിരുമുൻപിൽ അടിവോടെ തൊടേണേ, അത് മാത്രമാണ് എൻ്റെ ആശ. കാരുണ്യമേ ഈശോ, സ്നേഹവാത്സല്യമേ ഈശോ, എന്റെ നെഞ്ചിന്റെ താളം നീയല്ലോ, എന്റെ ശ്വാസത്തിൻ താളം നീയല്ലോ. അടിയടിതാ തിരുമുൻപിൽ അഴിവോടെ തൊടേണേ, അത് മാത്രമാണ് എൻ്റെ ആശ. നിൻ കൈയിൽ കുർബാനയായി നീ വാഴ്ത്തി മുറിച്ചു വീണമേ, ഏതോ ഓരമ്മതൻ കയ്യാ അണ്ടുരൂപം ലേബേക്ഷോറപ്പം, നിൻ കൈയിൽ കുർബാനയായി നീ വാഴ്ത്തി മുറിച്ചു വിളമ്പി. നാദാനിൻ സ്നേഹമാം അപ്പത്തെ അവിടുന്ന് ആശീർവദിച്ചിടണേ. സ്നേഹമുള്ളവരെ, പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിൻ്റെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ നടത്തപ്പെടുന്ന കുർബാനകൾ, അവയുടെ സമയക്രമീകരണവും അവ നടത്തപ്പെടുന്ന സ്ഥലങ്ങളുടെ വിവരങ്ങളും ഇവിടെ അറിയിക്കുകയാണ്. പ്രധാന ദേവാലയത്തിൽ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് തമിഴ് കുർബാന JA+ വഴി സംപ്രേഷണം ചെയ്യപ്പെടുന്നു. ലോവർ ബസിലിക്കയിൽ എല്ലാ ദിവസവും അർപ്പിക്കപ്പെടുന്ന കുർബാനകൾ രാവിലെ 7 മണിക്ക് തമിഴ്, 10 മണിക്ക് ഇംഗ്ലീഷ്, ഉച്ചയ്ക്ക് 12 മണിക്ക് തമിഴ്, ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് തമിഴ്, വൈകിട്ട് 6 മണിക്ക് ജപമാലയും തുടർന്ന് തമിഴ് കുർബാനയും. അപ്പർ ബസിലിക്കായിൽ എല്ലാ ദിവസവും അർപ്പിക്കപ്പെടുന്ന കുർബാനകൾ രാവിലെ 8 മണിക്ക് തെലുങ്ക്, 11 മണിക്ക് ഹിന്ദി, ചൊവ്വാഴ്ചകളിൽ ഉച്ച കഴിഞ്ഞ് 4 മണിക്ക് കൊങ്കണി.
മോർണിംഗ് സ്റ്റാർ ദേവാലയത്തിൽ, അതായത് ഈ ദേവാലയത്തിൽ എല്ലാ ദിവസവും അർപ്പിക്കപ്പെടുന്ന കുർബാനകൾ രാവിലെ 8 മണിക്ക് കൊങ്കണി, 9 മണിക്ക് മലയാളം. എല്ലാ മാസാദ്യ വെള്ളിയാഴ്ചകളിൽ ലോവർ ബസ്ലിക്കയിൽ വൈകിട്ട് 5:30 ജപമാല, തുടർന്ന് ഷ്രൈൻ ചുറ്റി പരിശുദ്ധ കുർബാനയുടെ പ്രദക്ഷിണവും വചന പ്രഘോഷണവും പരിശുദ്ധ കുർബാനയുടെ ആശീർവാദവും ഉണ്ടായിരിക്കും. എല്ലാ മാസാദ്യ ശനിയാഴ്ചകളിൽ വൈകിട്ട് 5:30 ഷ്രൈനിൻ്റെ പ്രവേശന കവാടം മുതൽ കടൽ തീരം വരെ വേളാങ്കണ്ണി മാതാവിൻ്റെ വാഹന പ്രദക്ഷിണവും, തുടർന്ന് ലോവർ ബസ്ലിക്കായിൽ പരിശുദ്ധ കുർബാനയുടെ ആശീർവാദവും രോഗികൾക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനയും തമിഴ് കുർബാനയും ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 9 മണി വരെ പ്രധാന ദേവാലയവും, രാവിലെ 6 മണി മുതൽ രാത്രി 8 മണി വരെ ആരാധന ചാപ്പലും തീർത്ഥാടകർക്കായി തുറന്നിരിക്കുന്നു. നല്ല കുമ്പസാരം നടത്താനുള്ള ഒരുക്കത്തിനായി അനുരഞ്ജന ചാപ്പലും കുമ്പസാരത്തിന് ശേഷം പ്രായശ്ചിത്തം നിറവേറ്റുന്നതിനും വ്യക്തിപരമായ മൗന പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും ആരാധന ചാപ്പലും ഉപയോഗപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 6:30 മുതൽ 8 മണി വരെയും 11 മണി മുതൽ 12:30 വരെയും വൈകിട്ട് 5 മണി മുതൽ 8 മണി വരെയും മലയാളത്തിൽ കുമ്പസാരിക്കാനുള്ള അവസരമുണ്ട്. ഇവിടെ കുർബാനയ്ക്ക് ശേഷം പൊതുവായ ആശീർവാദമേ ഉള്ളൂ. വ്യക്തിപരമായ അടിമസമർപ്പണ പ്രാർത്ഥനയ്ക്കും ആശീർവാദത്തിനും വിശുദ്ധ വസ്തുക്കൾ വെഞ്ചരിക്കുന്നതിനുള്ള അവസരം പ്രധാന ദേവാലയത്തിന് സമീപമുള്ള ആവേ മരിയ എന്ന ആ സെൻറ്ററിൽ നിങ്ങൾക്ക് സൗകര്യമുണ്ടായിരിക്കും. അവിടെ രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ വൈദികരവിടെ ഉണ്ടായിരിക്കും. ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ മാത്രമാണ് ഇടവേള ഉള്ളത്. ബാക്കിയുള്ള എല്ലാ സമയങ്ങളിലും നിങ്ങൾക്ക് ഈ സൗകര്യം പ്രയോജനപ്പെടുത്താവുന്നതാണ്. എല്ലാ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലും എല്ലാ ഗവൺമെൻറ് ഒഴിവ് ദിനങ്ങളിലും മാതാകുളത്തിന് സമീപമുള്ള സ്റ്റെല്ല മാരീസ് ഓഡിയോ വിഷ്വൽ ഹാളിൽ അരുൾ നിറൈ സുവടുകൾ എന്ന ഡോക്യുമെൻ്ററിയുടെ പ്രദർശനം രാവിലെ 10 മണിക്ക് തമിഴിലും 11:30 മലയാളത്തിലും ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് തെലുങ്കുവിലും ഉണ്ടായിരിക്കും. എല്ലാ തീർത്ഥാടകരെയും അനുവദിക്കപ്പെട്ടിട്ടുള്ള ദിവസങ്ങളിൽ ഈ ഡോക്യുമെൻ്ററി കാണുവാനായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിൻ്റെ അത്ഭുത തീർത്ഥാടന കേന്ദ്രത്തിൽ വന്നു ചേർന്നിരിക്കുന്ന എല്ലാവർക്കും സന്തോഷകരവും സമാധാനവും സുരക്ഷിതത്വവും നിറഞ്ഞ ദിനങ്ങളും മണിക്കൂറുകളും പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കുന്നു. നമുക്ക് ഈ സമയം എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പാപരഹിതമായ ഉത്ഭവം അങ്ങ് സവിശേഷമായി സംരക്ഷിച്ചുവല്ലോ. ഞങ്ങൾ സ്വീകരിച്ച കൂദാശ ഞങ്ങളിലെ പാപത്തിൻ്റെ മുറിവുകൾ സുഖപ്പെടുത്തുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ശിരസ് നമിച്ച ആശീർവാദം സ്വീകരിക്കുവാൻ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാതൃത്വം വഴി മാനവവംശത്തെ തൻ്റെ കാരുണ്യത്താൽ വീണ്ടെടുക്കുവാൻ തിരുവുള്ളമായ ദൈവം നിങ്ങളെ തൻ്റെ അനുഗ്രഹത്താൽ സമ്പന്നരാക്കാൻ കനിയുമാറാകട്ടെ. ആമേൻ. ജീവൻ്റെ ഉടയവനെ സ്വീകരിക്കുവാൻ അർഹയായ പരിശുദ്ധ മറിയത്തിൻ്റെ മാധ്യസ്ഥ്യം എപ്പോഴും എല്ലായിടത്തും നിങ്ങൾക്ക് അനുഭവപ്പെടുമാറാകട്ടെ. ആമേൻ. ഭക്തി നിർഭരമായ മാനസങ്ങളോടെ പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെ തിരുനാൾ ദിനം ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന നിങ്ങൾ ആത്മീയാനന്ദവും സ്വർഗീയദാനങ്ങളും സംവഹിക്കുമാറാകട്ടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി നമുക്ക് ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന
എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലൻ്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തേണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റേണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മയേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും